ഇന്ന് രാത്രി നമുക്ക് കേൾക്കുവാൻ കഴിയും. മാസം ഒരു വാർത്തയിലുണ്ടല്ലോ അല്ലേ? കൊണ്ട് പാസ് അവസാനം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുമല്ലോ. ഓക്കെ. ഉപചരാജൻ ദാസ് തുടർന്ന് സംസാരിക്കും. അവസാനമായി മാസം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു അവസാനിപ്പിക്കുകയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. നമുക്കിന്ന് രാത്രി വെളിപ്പാട് പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമല്ലോ. വെളിപ്പാട് പുസ്തകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ഇന്ന് രാത്രി കാലം വെളിപ്പാട് പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാമല്ലോ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സിംഹാസനത്തിലിരിക്കുന്നതിന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായി കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിലോട്ട് എന്നോട് കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കോണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് റാപ്ചറാണ്. ഹല്ലേലൂയ. സ്വർഗം അനന്തരം സ്വർഗത്തിൻ്റെ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അവിടെ കാഹളനാദം പോലെ ഒരു ശബ്ദം കേട്ടു. അനന്തരം ഇങ്ങോട്ട് കയറി വരിക എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും യോഹന്നാൻ കേട്ടു. ഹല്ലേലൂയ. അത് സിംബലൈസ് ചെയ്യുന്നത് റാപ്ചർ തുടങ്ങി എന്നുള്ളതാണ്. റാപ്ചറാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, കർത്താവ് തൻ ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ഹല്ലേലൂയ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും പിന്നീട് ജീവിച്ചിരിക്കുന്നവരായ നാം അവരോട് ചേരുകയും ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ മധ്യാകാശത്തിൽ നിന്ന് അവർ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ. നമ്മളതാണ് 4-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനൊരു തലക്കെട്ടിടുവാണെങ്കിൽ അതിനെ നമുക്ക് ഇപ്രകാരം വിളിക്കാം: ദി ലാംബ് ആൻഡ് 7 സീൽഡ് ബുക്ക്. അറുക്കപ്പെട്ട കുഞ്ഞാടും 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട ബുക്കും എന്ന് വേണമെങ്കിൽ അതിനെ നമുക്കൊരു ഹെഡ്ലൈൻ വിളിക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാട് അറുക്കപ്പെട്ട നിലയിൽ നിൽക്കുന്നതായിട്ട് കാഴ്ച കാണുന്നുണ്ട്. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൽ യോഹന്നാൻ കർത്താവിൻ്റെ സിംഹാസനം കണ്ടുവെങ്കിൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ കാണുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഹല്ലേലൂയ കാണുന്നത്. ഹല്ലേലൂയ. ഞാൻ സിംഹാസനത്തിലിരിക്കുന്നതിൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ടൊരു പുസ്തകം കണ്ടു. ഇവിടെ പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ നമുക്കറിയാം, AD 2-ാം നൂറ്റാണ്ടിനൊക്കെ ശേഷമാണ്, അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ അവസാന കാലഘട്ടത്തിലാണ് പുസ്തക രൂപത്തിൽ പേപ്പറൊക്കെ തുന്നിക്കെട്ടി ഉണ്ടാക്കുവാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദർശനം കാണുന്ന സമയത്തൊന്നും പുസ്തകമില്ല. അന്നത്തൊക്കെ എഴുത്ത് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഈ പാപ്പിറസ് ചെടിയുടെ തോൽ അത് പ്രത്യേകം പ്രോസസ്സ് ചെയ്ത് അത് കൂട്ടി ഒട്ടിച്ച് വലിയ റോളുകളാക്കി അതിൽ പേന കൊണ്ട് എഴുതുന്ന, മഷിമുക്കിയ പേന കൊണ്ട് എഴുതുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ ഇത് കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നത് ഒരുപക്ഷെ അത് റോളായിരിക്കാം, പേപ്പർ റോളുകളായിരിക്കാം, തോൾ റോളുകളല്ല, ലെതർ റോളുകളല്ല. ലെതർ റോളുകൾ നമുക്കറിയാം, പെൻഡറ്റുക്ക് ബുക്കുകൾ, അതുപോലെ ഹിസ്റ്ററി ബുക്കുകൾ, സങ്കീർത്തന പദ്യ പുസ്തകങ്ങൾ, പ്രവചന പുസ്തകങ്ങൾ, ഇതെല്ലാം ലെതർ ചുരുളുകളിലാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അത് വളരെ എക്സ്പെൻസീവാണ്.
എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഈ 2-ാം നൂറ്റാണ്ടിലേക്കൊക്കെ വരുമ്പോൾ അത് ഈ പാപ്പറസ് ചെടിയുടെ തോലുകൊണ്ട് അത് പ്രത്യേകം പ്രോസസ്സ് ചെയ്ത് വലിയ റോളുകളാക്കി അതിൻ്റെ മുകളിൽ ഒരു റൂളർ ഒട്ടിച്ച് അതിൻ്റെ താഴെയും ഒരു റൂളർ ഒട്ടിച്ച് അത് ഇടത് കൈ കൊണ്ട് അതിൻ്റെ പൊക്കത്തിലുള്ള റോളറെ പിടിച്ചും കൊണ്ട് താഴത്തേക്ക് വലത് കൈ കൊണ്ട് താഴത്തേക്ക് അൺറോൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം അല്ലെങ്കിൽ ഈ റോള് ഹല്ലേലൂയ കർത്താവ് നിവർത്തി അത് സീൽ ചെയ്തിരിക്കുന്നതായിട്ടാണ് കണ്ടത് ഹല്ലേലൂയ. ആ സീൽ പൊട്ടിക്കുന്നതിനെ കുറിച്ച് സംബന്ധിച്ചാണ് യോഹന്നാൻ അവിടെ വ്യാകുലപ്പെടുവാൻ ഇടയായി തീർന്നത് ഹല്ലേലൂയ. പുസ്തകത്തിൻ്റെ മുദ്ര പൊട്ടിക്കുവാൻ യോഗ്യൻ ആരുള്ളൂ, ആ പുസ്തകം തുറക്കുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെ കണ്ടു. ഹല്ലേലൂയ. So this question still echo today. Who can open the mystery of our life? Who can redeem us? Hallelujah. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ മിസ്റ്ററി, നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ആർക്കാണ് കഴിയുന്നത്? ഹല്ലേലൂയ. പുസ്തകം തുറക്കുവാൻ അത് ആർക്ക് കഴിയും എന്ന ചോദ്യം ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കുവാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ മിസ്റ്ററികൾ ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നത് മർമ്മങ്ങൾ ആർക്ക് വെളിപ്പെടുത്തുവാൻ കഴിയും? ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ ആർക്കാണ് പാപത്തിൽ നിന്ന് മനുഷ്യനെ റെഡീം ചെയ്യാൻ കഴിയുന്നത്? നമ്മളെ റെഡീം ചെയ്യുവാൻ ആർക്കാണ് കഴിയുന്നത് എന്നൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഹല്ലേലൂയ. അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ, കർത്താവ് യേശു ക്രിസ്തു. നമ്മുടെ ജീവിതത്തിൻ്റെ മർമ്മങ്ങൾ അറിയുവാൻ, നമ്മളെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു അല്ലാതെ മറ്റാരുമില്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെടുവാൻ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യന് ഒരു ഓപ്ഷനിൽ അദ്ദേഹത്തിന് ഒരു ട്രഷർ ചെസ്റ്റ് വാങ്ങിക്കുവാനിടയായി തീർന്നു. ട്രഷർ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ സേഫ്. ഹല്ലേലൂയ. വലിയ പണമൊക്കെ സൂക്ഷിക്കുന്ന വലിയ സേഫ്. അദ്ദേഹം അത് മേടിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോയി. അത് മേടിച്ചപ്പോൾ അദ്ദേഹത്തിന് കുറേ താക്കോലൊക്കെ കിട്ടി. ഈ താക്കോൽ കൊണ്ട് ആ ട്രഷർ അല്ലെങ്കിൽ ആ സേഫ് തുറക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. ഒരു താക്കോലും അതിൽ കൃത്യമായിട്ട് തുറക്കുവാനിടയായി തീർന്നില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞ് അയാൾ നിരാശനായിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ഉടമസ്ഥൻ, അതിൻ്റെ പ്രീവിയസ് ഓണർ, അദ്ദേഹം വന്നിട്ട് അതിൻ്റെ യഥാർത്ഥ താക്കോൽ കൊടുത്തു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഇയാൾ ഈ താക്കോലിട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അതിനകത്ത് വിലമതിക്കാൻ കഴിയാത്തത്ര സ്വർണം ഇരിക്കുന്നത് കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്ക്രോള് അല്ലെങ്കിൽ ഈ ബുക്ക് എന്ന് പറയുന്നതും വിലമതിക്കാനാകാത്ത കർത്താവിൻ്റെ പെർഫെക്റ്റ് പ്ലാനുകൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ. ഈ ലോകത്തിന് വേണ്ടി, ഈ ലോകത്തിലുള്ള എല്ലാ ചർച്ചകൾക്ക് വേണ്ടി കർത്താവിൻ്റെ വിലമതിക്കാനാകാത്ത പ്ലാനുകൾ എഴുതിയിരിക്കുന്ന സ്ക്രോളുകളാണത്. ഹല്ലേലൂയ. അതിൻ്റെ അകത്തും പുറത്തും എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിനകത്ത് ഹിഡനായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. അത് ആർക്കും വായിക്കാവുന്ന രീതിയിലാണത് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ എല്ലാവർക്കും അത് കർത്താവ് വെളിപ്പെടുത്തി തരും എന്നുള്ളത് കൊണ്ടാണ് അതിനകത്തും പുറത്തും എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്ക്രോളിനകത്ത് വിലമതിക്കാനാകാത്ത ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ പ്ലാനുകൾ ഈ ലോകത്തിന് വേണ്ടി, ഈ ലോകത്തിലെ ചർച്ചിന് വേണ്ടി, ഈ ലോകത്തെ ചർച്ച് എന്ന് പറഞ്ഞ് എനിക്കും നിനക്കും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് ആ സ്ക്രോളിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അത് ആത്മാവിൽ നിറഞ്ഞിട്ടുള്ള വിശ്വാസികൾക്ക് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ എന്ന് മാത്രം. ഹല്ലേലൂയ. ആത്മാവിൽ ഫിൽഡ് ആയിട്ടുള്ള, സ്പിരിറ്റ് ഫിൽഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ആ എഴുത്ത് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ കാണാം എന്ന് മാത്രം. ഹല്ലേലൂയ. നമുക്കറിയാം ഒരുപാട് തിരുവചന പുസ്തകങ്ങൾ ഹല്ലേലൂയ പലരുടെയും കയ്യിലുണ്ട്. പ്രത്യേകിച്ച് ജാതികളായിട്ടുള്ളവരുടെ കയ്യിൽ, ഹൈന്ദവ സഹോദരന്മാരുടെ കയ്യിലെല്ലാം ഒരുപാട് തിരുവചന പുസ്തകങ്ങളുണ്ട്. ഹല്ലേലൂയ. ഈ തിരുവചന പുസ്തകങ്ങൾ
അതൊരു റിലീജിയസ് ബുക്ക് എന്നുള്ള രീതിയിൽ അവർ വളരെ ബഹുമാനത്തോടെ ആദരവോടെ അതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അവരുടെ ഒരുപക്ഷെ ഷോക്കേസിലോ അല്ലെങ്കിൽ അവരുടെ ബെഡ്റൂമിലോ ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അവർ വല്ലപ്പോഴും അതിനെടുത്തൊന്ന് മൊത്തും. ഹല്ലേലൂയ. കാരണം അത് ഒന്ന് മൊത്തിയാൽ തന്നെ അതിൽ നിന്ന് അനുഗ്രഹം വരും എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഹല്ലേലൂയ. അങ്ങനെ പലരുടെ കയ്യിലും ഈ വേദപുസ്തകമുണ്ട്. എന്നാൽ അതൊന്ന് തുറന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നൊന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയുന്നില്ല, അത് ഗ്രഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അത് ഒന്ന് തുറന്നാൽ അതിൽ എഴുതിയിരിക്കുന്നത് ആ ഓരോ വാക്കും അവരോട് സംസാരിക്കുന്നതായിട്ട് അവർക്ക് തോന്നും. ഹല്ലേലൂയ. അതിലെഴുതിയിരിക്കുന്ന ഓരോ വാക്കും അവർ വായിക്കുമ്പോൾ അവരുടെ ഉള്ളം ബേൺ ചെയ്യുന്നത് പോലെ അവർക്ക് തോന്നുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി അത് വായിച്ചു എങ്കിൽ ഹല്ലേലൂയ അവർക്ക് അതിൻ്റെ സകല മർമ്മങ്ങൾ, അതിൻ്റെ മിസ്റ്ററി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് സ്പിരിറ്റ് ഫിൽഡ് ആയിട്ടുള്ളവർ, ആത്മാവിൽ നിറഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ ആ തിരുവചനങ്ങൾ വായിച്ചാൽ മനസ്സിലാകുകയുള്ളൂ. അത് വായിക്കുമ്പോൾ ആ തിരുവചനം, ഓരോ തിരുവചനവും അവരോട് സംസാരിക്കുന്നതായി തോന്നും. ഹല്ലേലൂയ. അവരുടെ ഇടപെടുന്നതായിട്ട് തോന്നും. അവരുടെ ഉള്ളം കത്തുന്നതായിട്ട് അവർക്ക് തോന്നുവാനും ഈയിടെയായി തീരും. ഹല്ലേലൂയ. അല്ലാതെ വെറുതെ അക്ഷരം വായിച്ചതുകൊണ്ട്, എല്ലാവർക്കും വായിക്കാൻ അറിയാം, അത് വായിച്ചതുകൊണ്ട് അവർക്ക് ഒരു വ്യത്യാസം ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പുസ്തകങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും വായിക്കുന്നു എങ്കിൽ, പ്രത്യേകിച്ച് ജാതികളിൽ നിന്നുള്ളവർ വായിക്കുന്നു എങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവേ, ഇതിൽ എഴുതിയിരിക്കുന്നത് എനിക്കൊന്ന് വെളിപ്പെട്ട് കിട്ടേണ്ടതിന് നിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രകാശിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകം തുറന്നാൽ അതിനകത്ത് എഴുതിയിരിക്കുന്നത് അവർക്ക് വെളിപ്പെടുത്തി കിട്ടും. അതവർക്കുടെ അനുഗ്രഹത്തിനായിട്ട് മാറും. അല്ലാതെ അവർക്ക് ഒരു ശത്രുത വരാൻ വേണ്ടി അല്ല. ഹല്ലേലൂയ. അവരുടെ അനുഗ്രഹത്തിനായി മാറുവാൻ ഈയിടെയായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അക്ഷരം കൊല്ലും, ആത്മാവ് ജീവിപ്പിക്കും. 2 കൊരിന്ത്യർ 3:6 അത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആത്മാവ് ജീവിപ്പിക്കും, അക്ഷരമോ കൊല്ലും. അക്ഷരം വായിച്ചതുകൊണ്ട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വിഷമിച്ച് ഭാരപ്പെട്ട ആത്മാവിൽ മരണ അവസ്ഥയിൽ പോലെ ഇരിക്കും. ഹല്ലേലൂയ. എന്നാൽ ആത്മാവിലാണ് എങ്കിൽ നമ്മളെ ജീവിപ്പിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് തിരുവചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഹല്ലേലൂയ ആ തിരുവചന മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടത്. ഹല്ലേലൂയ. 4-ാമത്തെ വാക്യം, പുസ്തകം തുറന്ന് വായിക്കുവാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായ ആരെയും കാണാത്തത് കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിൽ സിംഹവും ദാവീദിൻ്റെ വേരുമായവന് പുസ്തകം അതിൻ്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാൻ കരയുക. ഹല്ലേലൂയ. യോഹന്നാൻ്റെ കരച്ചിൽ, ഹല്ലേലൂയ, അത് യോഹന്നാൻ്റെ കരച്ചിൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ യോഹന്നാൻ കരയുന്നത്, ഹല്ലേലൂയ, ഈ ലോകത്തിന് വേണ്ടിയാണ് യോഹന്നാൻ കരയുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി കരയുക. ഹല്ലേലൂയ. യോഹന്നാൻ ഈ ലോകത്തിൽ വിടുതൽ പ്രാപിക്കാതെ കഴിയുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി യോഹന്നാൻ കരയുക. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു വന്നു എങ്കിൽ മാത്രമേ വിടുതൽ ലഭിക്കുകയുള്ളൂ. ക്രിസ്തു വന്നില്ലായിരുന്നുവെങ്കിൽ എല്ലാ ക്രിയേഷനും ഇന്നും അടിമത്തത്തിലാകുമായിരുന്നു. ഹല്ലേലൂയ. ബൗണ്ടഡ് വിത്ത് സ്ലേവറി. ഹല്ലേലൂയ. അതുകൊണ്ട് സ്പിരിച്വൽ ഐ ഓപ്പൺ ആകുമ്പോൾ ഓരോ വിശ്വാസികളുടെയും ശബ്ദം കരയണം, ഓരോ വിശ്വാസിയും കരയണം. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? അതായത് പരിശുദ്ധാത്മാവിനാൽ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ ഓരോ വിശ്വാസിയും കരയണം. ലോസ്റ്റ് സോൾസിന് വേണ്ടി. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട സോൾസിന് വേണ്ടി കരയണം. ഹല്ലേലൂയ. അതുപോലെ ക്ലോസ്ഡ് ഹാർട്ടിന് വേണ്ടി കരയണം. ഹല്ലേലൂയ. അനേകരുടെ ഹൃദയം അടഞ്ഞിരിക്കുക, അതൊന്ന് തുറക്കുന്നത് വേണ്ടി യോഹന്നാൻ കരഞ്ഞതുപോലെ കരയണം. ഹല്ലേലൂയ.
അതുപോലെ ഈ ലോകം ഒരു വെളിപ്പാടില്ലാതെ പോകുന്നത് ഓർത്ത് കരയണം. ഹല്ലേലൂയ. യോഹന്നാൻ കരഞ്ഞതുപോലെ, യോഹന്നാൻ കരഞ്ഞത് അതിനു വേണ്ടിയാ. ഈ ലോകം വെളിപ്പാടില്ലാതെ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത് കൊണ്ട് ഈ ലോകത്തിലെ ജനങ്ങൾക്ക് വെളിപ്പാടുകൾ നൽകണമേ എന്ന് നാം കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി നാം കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഇനിയും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ആ പ്രാർത്ഥന നിർത്തരുത്. ഹല്ലേലൂയ. അതുപോലെ അടഞ്ഞിരിക്കുന്ന ചില ഹൃദയങ്ങളുണ്ട്. ആ ഹൃദയങ്ങൾ തുറക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് അത്തരത്തിലുള്ള ഹൃദയങ്ങൾ നീ തുറക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കുന്നവരായി തീരാം. ഹല്ലേലൂയ. ഒരിക്കലൊരു പാസ്റ്റർ അടഞ്ഞു കിടക്കുന്ന ഒരു ചർച്ചിൻ്റെ സമീപത്ത് പോയി അതിൻ്റെ ഫ്രണ്ട് വാതിലിൽ ഇരുന്ന് കരയുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അദ്ദേഹം നോക്കുമ്പോൾ ആലയത്തിലേക്ക് വരേണ്ടവരായ മനുഷ്യരാരും വരുന്നില്ല. അതിന് പരിസരത്തുള്ള ഓരോ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായവരൊക്കെ മാറിപ്പോയി. അനേക നാളുകളായി ചർച്ച് അടഞ്ഞു കിടക്കുക. ആ വിശ്വാസികളൊക്കെയും ഐഡൽ വർഷിപ്പേഴ്സായി മാറി. ആ പാസ്റ്റർ ഇരുന്ന് കരയുകയാണ് ഒരു റിവൈവലിന് വേണ്ടി. ഹല്ലേലൂയ. യോഹന്നാൻ കരഞ്ഞത് ഒരു റിവൈവലിന് വേണ്ടിയാ. നിന്റെ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ, കർത്താവേ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ലോകത്തിലേക്ക് അയക്കണമേ എന്ന് പറഞ്ഞ് കരയുക. ഹല്ലേലൂയ. ഒരു പക്ഷേ ഈ ഒരു മർമ്മം നമ്മളുടെ ഇടയിലേ വെളിപ്പെട്ടിട്ടുണ്ടായിരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പെന്തക്കോസ്ത് വിശ്വാസികളുടെ ഇടയിൽ മാത്രമാണ് ഈ ഒരു മർമ്മം, ഈ ഒരു മിസ്റ്ററി വെളിപ്പെട്ടിട്ടുള്ളൂ. ഹല്ലേലൂയ. കാരണം നാം തിരുവചനവുമായി നല്ല ബന്ധമുള്ളവരാണ് നമ്മളെല്ലാവരും. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവചന മർമ്മങ്ങളൊക്കെയും നമ്മൾക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ മറ്റുള്ള ക്രൈസ്തവരെന്ന് പറയുന്നവരോ അല്ലാത്തവരോ ഈ ലോകത്തിന് വേണ്ടി കരയാറില്ല. അടഞ്ഞു കിടക്കുന്ന ഹൃദയം തുറക്കണമേ എന്ന് പറഞ്ഞ് കരയാറില്ല. ഈ ലോകത്തിന് വേണ്ടി ലോകത്തിലേക്ക് വെളിപ്പാടുകളെ കൊടുക്കണമേ എന്ന് പറഞ്ഞ് കരയാറില്ല. ഹല്ലേലൂയ. നമ്മളൊരു പെന്തക്കോസ്ത് വിശ്വാസി എന്ന രീതിയിൽ നാം ഹല്ലേലൂയ ലോകത്തിന് വേണ്ടി ഈ അടഞ്ഞു കിടക്കുന്ന ഹൃദയങ്ങൾ തുറക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നാം ദൈവത്തിൻ്റെ അടുക്കൽ കരയുന്നവരായി മാറണം. ഹല്ലേലൂയ. യോഹന്നാൻ കരഞ്ഞത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. യോഹന്നാൻ കരഞ്ഞതുപോലെ നമ്മൾ കരയണം. ഹല്ലേലൂയ. ഇനി അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലിശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. എന്നാൽ കുഞ്ഞാടിന് ജീവനുണ്ട്. കുഞ്ഞാട് അറുക്കപ്പെട്ടുവെങ്കിലും കുഞ്ഞാട് എഴുന്നേറ്റ് വരുവാൻ ഇടയായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇത് മീൻ ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ കരത്തിൽ, ആ കാലുകളിൽ ഇപ്പോഴും ആണിപ്പാടുകളുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ മുതുകെല്ലാം ഉഴുവു ചാലുകൾ പോലെ കീറി അവൻ്റെ മുതുകിലെല്ലാം ആ പാടുകൾ ഇപ്പോഴുമുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ 7 കൊമ്പ് 4 ജീവികളുടെ നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. ഹല്ലേലൂയ. അതിന് 7 കൊമ്പുണ്ട്. 7 കൊമ്പ് 7 കണ്ണുമുണ്ട്. 7 കൊമ്പ് എന്ന് പറയുന്നത് ശക്തിയെ കാണിക്കുന്ന. ഹല്ലേലൂയ. 7 കൊമ്പ് പൂർണ്ണമായ ശക്തി. അവന് ഓമിനി പൊട്ടൻസാ. ഹല്ലേലൂയ. സർവശക്തനായ ദൈവമാ. ഹല്ലേലൂയ. അതുപോലെ അവന് 7 കണ്ണ്. അവന് പൂർണ്ണ ജ്ഞാനിയാ. ഹല്ലേലൂയ. ഓമിനിഷൻസ്. ഹല്ലേലൂയ. അതാണ് അവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ 7 സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് പെർഫെക്റ്റ് ഓപ്പറേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ ദ എർത്ത്. അവൻ്റെ ആ പൂർണ്ണ ആത്മാവ്, ആ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ
പരിവർത്തിക്കുന്നതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് കാണിക്കുന്നത്. ഹാലേലുയ. 7 കൊമ്പ് അവൻ സർവശക്തന്, 7 കണ്ണ് അവൻ സർവജ്ഞാനി, 7 ആത്മാവ് അവൻ ഭൂമിയിൽ സകല ഇടങ്ങളിലും പരിവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഹാലേലുയ എന്നാണ് അത് കാണിക്കുന്നത്. ഹാലേലുയ. അവൻ്റെ കൈകാലുകളിൽ തറച്ചിരിക്കുന്ന ആണിപ്പാടുകൾ ഇപ്പോഴും അതുപോലെ അവൻ്റെ ശരീരത്തിൽ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ആ ഭാഗം. ഹാലേലുയ. അറുക്കപ്പെട്ടത് എങ്കിലും ആ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ കണ്ടു എന്ന് പറയുന്നത് ഹാലേലുയ അവൻ്റെ കൈകാലുകളിലുള്ള അടയാളങ്ങൾ, അവൻ്റെ മുറിവേറ്റ ഭാഗങ്ങൾ ആണ് കാണുന്നത്. ഹാലേലുയ. ഒരിക്കൽ ഒരു ഷെപ്പേഡ്, ഒരിടയൻ തൻ്റെ ആടുകളെ മേയ്ക്കുവാനായിട്ട് പോയി. ആടുകളെ മേയ്ക്കുവാനായിട്ട് പോയപ്പോൾ വനാന്തരങ്ങളിൽ വെച്ച് ഒരു വോൾഫ് ഈ ആടുകളിൽ ഒന്നിനെ പിടിക്കുവാൻ വന്നു. ഈ ഇടയന് തൻ്റെ വടിയുമായി ഓടിച്ചെന്ന് ഈ വോൾഫിനെ അടിച്ചു. പക്ഷെ വോൾഫ് വിട്ടില്ല. വോൾഫ് ആടിനെ വിട്ടിട്ട് ഈ ഇടയനെ കയറി പിടിക്കുവാനിടയായി തീർന്നു. ആ ഇടയന് വളരെ ബാഡായിട്ടുള്ള മുറിവേൽക്കുവാനിടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ആടിനെ വിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കൈകാലുകളെല്ലാം കടിച്ച് കീറി, അദ്ദേഹത്തിൻ്റെ മുഖത്തും കയറി പിടിച്ചു. ഈ സമയത്ത് വേറെ 1-2 ഇടയന്മാർ വന്ന് ഈ ഇടയൻ്റെ ആടുകളെ അവർ കൊണ്ടുപോവുകയും ഈ ഇടയനെ പെട്ടെന്ന് വോൾഫിനെ ഓടിച്ച് കളഞ്ഞിട്ട് ഈ ഇടയനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുകയും ചെയ്തു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ഇടയന് ബോധം വരികയും ഇടയൻ സൗഖ്യമാവുകയും വീണ്ടും തൻ്റെ ആടുകളെ അന്വേഷിച്ച് വരികയും ചെയ്തു. ഹല്ലേലൂയ. തൻ്റെ ആടുകളെ അന്വേഷിച്ച് ഇടയൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആടുകൾക്ക് പെട്ടെന്ന് ഇടയനെ മനസ്സിലായി. കാരണം ഈ ആടുകൾക്ക് മനസ്സിലാകേണ്ട കാരണം ഈ ഇടയൻ്റെ കൈകാലുകളിൽ വന്നിരിക്കുന്ന മുറിവിൻ്റെ അടയാളം. ഹല്ലേലൂയ. ആടുകൾക്കറിയാമെന്ന് ഞങ്ങളെ കൊല്ലേണ്ടതിന് പകരം ഞങ്ങളുടെ ഇടയന് ആ ചെന്നായുടെ മുമ്പിൽ പെട്ടതുകൊണ്ട് ആ ചെന്നായി കടിച്ചു കീറിയ പാടുകളാണ് എന്ന് ആടുകൾക്ക് മനസ്സിലായി. ഇടയൻ കരുതി ആടുകൾ തൻ്റെ അടുത്ത് വരികയില്ലായിരിക്കുമെന്ന്. കാരണം അയാളുടെ രൂപമെല്ലാം വ്യത്യാസമാണ്, മുഖമെല്ലാം കടിച്ചു കീറി വിരൂപ രൂപമാ. എന്നാൽ ഈ ആടുകൾ തിരിച്ചറിഞ്ഞു. ആടുകൾ ഓടിച്ചെന്നു. പഴയതിലും കൂടുതൽ വളരെ ക്ലോസ് ആയിട്ട് ഈ ആടുകൾ ഇടയൻ്റെ അടുത്തേക്ക് ചെല്ലുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൈകാലുകളെ പാടുകൾ കണ്ടിട്ടും അവൻ്റെ മുതുകത്തെ അടിയുടെ പാടുകൾ കണ്ടിട്ടും ഹല്ലേലൂയ നാം അവനിൽ നിന്ന് അകന്നു പോകുന്നവരായി ചില അവിശ്വാസികളൊക്കെ ആയിത്തീരുവാൻ കാരണമെന്ത്? ഹല്ലേലൂയ. നാം അവൻ്റെ പാടുകൾ, അവൻ്റെ മുറിപ്പാടുകളെല്ലാം നമുക്ക് വേണ്ടി ആയിരുന്നുവെന്ന് നാം ഓർക്കണ്ടേ? ഹല്ലേലൂയ. അവൻ്റെ അടുക്കലേക്ക് നാം കൂടുതൽ അടുത്ത് ചെല്ലുന്നവരായി തീരണം. യെശയ്യാവ് 1:3 പറയുന്ന പോലെ ഹല്ലേലൂയ, കാള തൻ്റെ യജമാൻ്റെയും കഴുത തൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയെയും തിരിച്ചറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. കർത്താവ് വിലപിക്കുക. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ ആ വിലാപം, ഹല്ലേലൂയ, നാം അവനോട് കൂടുതൽ അടുത്ത് ചെല്ലേണ്ടതിന് ഒരുപക്ഷെ നമുക്ക് ആടുകൾ ഓടിച്ചെന്നതുപോലെ ഓടിച്ചെല്ലുവാൻ ഇപ്പോൾ നമുക്ക് ലിറ്ററലി നമുക്ക് യേശുവിനെ കാണുവാൻ കഴിയില്ലായിരിക്കും. പക്ഷേ അവൻ നമ്മുടെ സമീപത്തുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ തിരുവചന ചിന്തയിലൂടെ, നമ്മുടെ സുവിശേഷ പ്രസംഗത്തിലൂടെ, നാം സുവിശേഷം കേൾക്കുന്നതിലൂടെ, നാം അവൻ്റെ ആലയത്തിൽ പോയി അവനെ ആരാധിക്കുന്നതിലൂടെ, നാം പാട്ടുപാടി അവനെ സ്തുതിക്കുന്നതിലൂടെ നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് കൂടുതൽ ഓടിച്ചെല്ലുക. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ തിരുവചന ശുശ്രൂഷകൾ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന ഗീതങ്ങൾ ഇതൊന്നും നിർത്താതെ അധികമായി നാം വർദ്ധിപ്പിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ നമ്മുടെ മധ്യത്തിൽ അവൻ വസിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ 7 കൊമ്പ് അത് പെർഫെക്റ്റ് പവറിനെ കാണിക്കുന്നു. ആ 7 കണ്ണുകൾ അവൻ്റെ പെർഫെക്റ്റ് വിഷനെ കാണിക്കുന്നു. ആ 7 സ്പിരിറ്റ് അവൻ്റെ ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതൊരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. അതൊരു സ്ഥലത്ത് നിന്നാലും അതിൻ്റെ റേസ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചെല്ലും. ഹല്ലേലൂയ. അത് ആഫ്രിക്ക എന്ന് കരുതി ആഫ്രിക്കയിലേക്ക് പോകാതിരിക്കുകയില്ല.
ഇന്ത്യ എന്ന് കരുതി ഇന്ത്യയിലേക്ക് പോകാതിരിക്കുകയില്ല. ഗൾഫ് കൺട്രീസ് എന്ന് കരുതി അങ്ങോട്ട് പോകാതിരിക്കുകയില്ല. അതിൻ്റെ സൂര്യപ്രകാശം, അതിൻ്റെ സൂര്യരശ്മികൾ സകല രാജ്യത്തിലേക്കും സകല നേഷൻസിലേക്കും സകല മനുഷ്യരിലേക്കും അത് ചെല്ലുന്നുണ്ട്. ഹാലേലുയ. അവിടെ കർത്താവ് ആ സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വസിക്കുന്ന സകല മനുഷ്യരിലേക്കും കടന്നു ചെല്ലുന്നുണ്ട്. ഹാലേലുയ. നാം അവനോട് കൂടുതൽ അടുത്ത് ചെല്ലുക. ഹാലേലുയ. ഇനി നമുക്ക് 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളത് ഒക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കുണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഹാലേലുയ. സകലരും സമുദ്രത്തിലും ഭൂമിയിലും ആകാശത്തിലുമൊക്കെ ഉള്ള എല്ലാവരും, ഹാലേലുയ, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. യോഹന്നാൻ കേൾക്കുകയാണ്. ഹാലേലുയ. ഹാലേലുയ. സ്വർഗത്തിൽ ഈ കുഞ്ഞാട് ഇരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കി, കുഞ്ഞാട് ഇരിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ സിംഹാസനം കണ്ടത് അവരുടെ മധ്യത്തിൽ സെൻറ്റർ ഓഫ് ദ ഹെവന കുഞ്ഞാട് ഇരിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ സിംഹാസനം കണ്ടത്. ഹാലേലുയ. അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ നാം നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്ററിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വിഷൻ നമുക്കുണ്ടായാൽ നമ്മുടെ എല്ലാ മുദ്രകളും, ഹാലേലുയ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കെട്ടുകളും പൊട്ടിക്കുവാനിടയായി തീരും. ഹാലേലുയ. യേശു ക്രിസ്തു സ്വർഗത്തിൽ കുഞ്ഞാട് അറുക്കപ്പെട്ട കുഞ്ഞാട് സ്വർഗത്തിൽ സകലരുടെയും മധ്യത്തിൽ ഇരിക്കുന്നത് പോലെ ആ യേശു ക്രിസ്തു അവൻ നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടേതായ ചില സീലുകൾ, ചില ബന്ധനങ്ങൾ പൊട്ടിപ്പോകുവാൻ ഇടയായി തീരും. ഹാലേലുയ. ഹാലേലുയ. നമ്മുടെ ചില ക്ലോസ്ഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഹാലേലുയ. അത് സീൽ ചെയ്തിരിക്കുക. ചില ഓപ്പർച്യൂണിറ്റീസ്, നമുക്കൊരു നല്ല ജോലി ലഭിക്കേണ്ടതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, നമുക്ക് നല്ലൊരു ബന്ധമുണ്ടാകേണ്ടതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, നമ്മുടെ സഭയിൽ അനേകർ കടന്നു വരുവാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, നമ്മുടെ സഭയിൽ കടന്നു വരുന്ന അനേകർക്ക് ചില കൃപാവരങ്ങൾ ലഭിക്കേണ്ടതിനായി ചില ഓപ്പർച്യൂണിറ്റി, അതെല്ലാം സീൽ ചെയ്ത് വെച്ചിരിക്കുക. ഹാലേലുയ. കർത്താവേ, നീ ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരണമേ. നീ ഞങ്ങളുടെ മധ്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ്, ഹാലേലുയ, വന്നു കഴിഞ്ഞപ്പോൾ ആ പുസ്തകത്തിൻ്റെ സീൽ ഓരോന്നെ അത് പൊട്ടിച്ചതായിട്ട് കാണുന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6 സീല് പൊട്ടിച്ചതായി കാണാം. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 സീല് പൊട്ടിച്ചതായി കാണാം. പിന്നീട് ധൂപകലശങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത അധ്യായങ്ങളിൽ. ഹാലേലുയ. അതായത് 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ഈ ട്രിബുലേഷൻ പീരീഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഹാലേലുയ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ മധ്യത്തിൽ നാം നിർത്തുന്നുവെങ്കിൽ, അങ്ങനെ ഒരു അഭിലാഷം, അങ്ങനെ ഒരു അഭിവാഞ്ച നമുക്കുണ്ടാകുന്നുവെങ്കിൽ, നമ്മുടേതായ ചില നമ്മളെ ബന്ധിച്ചിരിക്കുന്നതായ, നമ്മുടെ ചില നന്മകൾ ബന്ധിച്ചിരിക്കുന്നതായ ബന്ധനങ്ങളുടെ ആ സീലുകൾ പൊട്ടുവാനിടയായി തീരും. നമ്മുടെ ഓപ്പർച്യൂണിറ്റീസുകൾ കടന്നു വരും. ഹാലേലുയ. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വളരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ആ ഓപ്പർച്യൂണിറ്റിയെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ അതെല്ലാം മാറുവാൻ ഇടയായി തീരും. അതുപോലെ ഹാലേലുയ, നമ്മുടെ ചില അണ്ടർസ്റ്റാൻഡിങ്ങിന് മാറ്റം വരും. ഹാലേലുയ. നമ്മുടെ ചില അണ്ടർസ്റ്റാൻഡിങ്, ഹാലേലുയ, നമ്മുടെ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ അത് ബന്ധിച്ചിരിക്കുക. മിസ്അണ്ടർസ്റ്റാൻഡിങ് ബന്ധിച്ചിരിക്കുക. ഹാലേലുയ. നാം ചിലരെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുക, ചില വിശ്വാസത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുക, നമ്മുടെ ജോലിയിലുള്ള ചില കാര്യങ്ങളെ നാം തെറ്റിദ്ധരിച്ചിരിക്കുക, നമ്മുടെ സഭയിൽ വരുന്ന ചിലരെ നാം തെറ്റിദ്ധരിച്ചിരിക്കുക. ഹാലേലുയ. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറണമെങ്കിൽ, ഹാലേലുയ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിലേക്ക് വരുമ്പോൾ, ഹാലേലുയ, നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ആ ബന്ധനങ്ങൾ, ഹാലേലുയ, നമ്മുടെ ക്ലോസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ നമ്മുടെ ഹാലേലുയ അണ്ടർസ്റ്റാൻഡിങ്സിനെല്ലാം വ്യത്യാസം വരുവാൻ ഇടയായിത്തീരും. ഹാലേലുയ. അതുപോലെ നമ്മുടെ അനോയിൻമെൻറ്റ്, ഹാലേലുയ, അത് ചില സീലുകളാൽ ബന്ധിച്ചിരിക്കുന്നുവെങ്കിൽ, ഹാലേലുയ, കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരിക. ഹാലേലുയ. കർത്താവായ യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് വരണമേ എന്ന് നാം കൂട്ടമായി പ്രാർത്ഥിക്കുമ്പോൾ, ഹാലേലുയ,
ഒരു അനോയിൻമെൻറ്റ് ഇറങ്ങുവാൻ ഇടയായി തീരും. ഹാലേലുയ. കർത്താവ് യേശു ക്രിസ്തു ആ സീലുകൾ ഓരോന്ന് പൊട്ടിച്ചതുപോലെ നമ്മുടെ എല്ലാ ബന്ധനങ്ങളും അഴിയുവാൻ ഇടയായി തീരും. ഹാലേലുയ. ഹാലേലുയ. നമുക്കിനി ഹാലേലുയ സീലുകളെക്കുറിച്ച് 6-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് പഠിക്കാം. 6 മുതൽ 18 അധ്യായം വരെ ഈ ട്രിബുലേഷൻ പീരീഡാണ്. ഈ ട്രിബുലേഷൻ പീരീഡിൽ അവിടെ അന്നും കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുന്നവരുണ്ട്. അനേക ലക്ഷക്കണക്കിന് ജാതികൾ രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് വരുവാനിടയായി തീരും. അതുപോലെ 1,44,000 യഹൂദന്മാരെ രക്ഷിക്കപ്പെട്ട് വരുവാനിടയായി തീരും. അവരായിരിക്കും സുവിശേഷം അറിയിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്ന് സുവിശേഷം അറിയിക്കും. പിന്നീട് 3.5 വർഷക്കാലം മോശയും ഏലിയാവും വന്ന് സുവിശേഷം അറിയിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നീടുള്ള വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം.